കേരള ഹൈക്കോടതിയിലേക്ക് 5 പുതിയ ജഡ്ജിമാരെ പരിഗണിക്കാൻ കൊളീജിയം ശുപാർശ. ഹണിയം വർഗീസ് ഉൾപ്പെടെയുള്ള പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിമാരെയാണ് പരിഗണിക്കുന്നത്. ജില്ലാ ജഡ്ജിമാരുടെ സീനിയോറിറ്റി പരിഗണിച്ചാണ് പുതിയ പേരുകൾ കൊളീജിയം നിർദ്ദേശിച്ചത്. ഹൈക്കോടതി ജഡ്ജിമാരുടെ ഒഴിവുകൾ നികത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. ശുപാർശയിന്മേൽ സുപ്രീംകോടതി കൊളീജിയം ഉടൻ തീരുമാനമെടുത്തേക്കും. അഹമ്മദ് മുജ്തബ നമുക്കൊപ്പം വീണ്ടും എത്തുന്നു. അഹമ്മദ് മുജ്തബ, 5 പേരുടെ പേരിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് അത് ഹണിയം വർഗീസിന്റെ പേരാണ്. ആരൊക്കെയാണ് 5 പേർ? സുപ്രഭാതം സുജയ. ഈ നേരത്തെ തന്നെ കുറേയധികം ജഡ്ജിമാർ അവരുടെ സമയപരിധി കഴിഞ്ഞ് ഹൈക്കോടതിയിൽ നിന്ന് വിരമിക്കുന്നതൊക്കെ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒഴിവുകൾ വളരെ വേഗത്തിൽ തന്നെ നികത്തണം എന്നതുകൂടി കണ്ടാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാറിൻ്റെ സൗമൻ സെന്നിൻ്റെ നേതൃത്വത്തിലുള്ള കൊളീജിയം ഇപ്പോൾ കേന്ദ്രത്തിന് ഒരു കത്തയച്ചിരിക്കുന്നത്. അതിനിപ്പോൾ സുപ്രീം കോടതി കൊളീജിയത്തിന് ശുപാർശയ്ക്ക് വരികയും രാഷ്ട്രപതി അതിൽ അന്തിമ തീരുമാനമെടുക്കുകയും ചെയ്യും. എന്തായാലും നിലവിൽ നേരത്തെ സുജയ് സൂചിപ്പിച്ചതുപോലെ ഹണിയം വർഗീസിൻ്റെ പേരാണ്, പ്രത്യേകിച്ച് നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി പറഞ്ഞ ജഡ്ജു എന്നുള്ള നിലയ്ക്ക് അക്കാലയളവിൽ വന്ന ഒരുപാട് വാർത്തകളിൽ ഇടം പിടിച്ച ഒരു ജഡ്ജ് കൂടിയാണ്. അവരുടെ പേരുണ്ട്. അവർ നേരത്തെ എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് ട്രാൻസ്ഫർ ആയിരുന്നു. അപ്പോൾ ആലപ്പുഴയിലുള്ള ജഡ്ജി എറണാകുളത്തേക്ക് കെ ബാലകൃഷ്ണൻ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ എറണാകുളത്തിൻ്റെ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയായിരിക്കുന്ന കെ ബാലകൃഷ്ണനുണ്ട്. അതോടൊപ്പം തന്നെ PS ശശികുമാർ തൃശ്ശൂരിലെ ചാർജുള്ള ജഡ്ജിയാണ്. N ഹരികുമാർ പത്തനംതിട്ട, N നസീറ തിരുവനന്തപുരം. ഈ 5 പേരുകളാണ് ഇപ്പോൾ ഹൈക്കോടതി കൊളീജിയം പരിഗണിച്ച് കേന്ദ്രത്തിന് കൈമാറാൻ പോകുന്നത്. എന്തായാലും നിലവിൽ സിവിൽ ക്രിമിനൽ നിയമങ്ങളിൽ ഒക്കെ ദീർഘകാലത്തെ സേവനമുള്ള ഏറ്റവും സീനിയോറിറ്റിയുള്ള 5 പേരുകളാണ് ഹൈക്കോടതി ജഡ്ജിമാരാകാൻ ഇപ്പോൾ കൊളീജിയം പരിഗണിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഈ കൊളീജിയത്തിൻ്റെ ഒരു ശുപാർശ പരിഗണിച്ച് അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സുജയ.